ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയ് മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഏതൊക്കെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ഒന്നാമത്തെ ചോദ്യം, നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ ഇന്ത്യയിലെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും ലഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. തിരുവനന്തപുരം, ഒറ്റശേഖരമംഗലം, പൂടനാട് ആരോഗ്യ കേന്ദ്രത്തിന് 1ാം സ്ഥാനം. നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഈ വർഷത്തെ ഇന്ത്യയിലെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ആദ്യത്തെ 12 സ്ഥാനവും ലഭിച്ച സംസ്ഥാനം ഉത്തരം കേരളം. തിരുവനന്തപുരത്തെ ഒറ്റശേഖരമംഗലം പൂഴനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് 1ാം സ്ഥാനം. രണ്ടാമത്തെ ചോദ്യം, ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനും ഓസ്കാർ ജേതാവുമായ ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ്? ഉത്തരം യൂജിൻ മെറിൻ ഡീച്ച്. ടോം ആൻഡ് ജെറി കാർട്ടൂൺ ചിത്രങ്ങളുടെ സംവിധായകനും ഓസ്കാർ ജേതാവുമായ ഈയിടെ അന്തരിച്ച വ്യക്തി ഉത്തരം യൂജിൻ മെറിൻ ഡീച്ച്. മൂന്നാമത്തെ ചോദ്യം, ഭാരത സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഏതാണ്? ഉത്തരം ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഭാരത സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കലാരൂപം ഉത്തരം ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. നാലാമത്തെ ചോദ്യം, ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം ഏതാണ്? ഉത്തരം നൂർ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹമാണ് നൂർ. അഞ്ചാമത്തെ ചോദ്യം, വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറക്കുവാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതി ഏതാണ്? ഉത്തരം റിവേഴ്സ് ക്വാറന്റീൻ. വയോധികരെയും രോഗികളെയും സമ്പർക്ക നിയന്ത്രണത്തിലാക്കി ആരോഗ്യമുള്ള യുവാക്കളെ പുറത്തിറക്കുവാനും തൊഴിൽ ചെയ്യുവാനും അനുവദിക്കുന്ന രീതി ഉത്തരം റിവേഴ്സ് ക്വാറന്റീൻ. ആറാമത്തെ ചോദ്യം, COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം PM ഇ-വിദ്യ. COVID-19 പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM ഇ-വിദ്യ, പ്രധാനമന്ത്രി ഇ-വിദ്യ. ഏഴാമത്തെ ചോദ്യം, ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനൽ ഏതാണ്? ഉത്തരം DD റെട്രോ. ലോക്ക്ഡൗൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനൽ ഉത്തരം DD റെട്രോ. എട്ടാമത്തെ ചോദ്യം, സിനിമാ സീരിയൽ താരവും എഴുത്തുകാരനുമായ ഈയിടെ അന്തരിച്ച വ്യക്തി ഉത്തരം രവി വള്ളത്തോൾ. സിനിമാ സീരിയൽ താരവും എഴുത്തുകാരനുമായ ഈയിടെ അന്തരിച്ച വ്യക്തി ഉത്തരം രവി വള്ളത്തോൾ. ഒമ്പതാമത്തെ ചോദ്യം, കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഗോവ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാനായി ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനമാണ് ഗോവ. പത്താമത്തെ ചോദ്യം, നൊബേൽ പുരസ്കാരത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന ടെമ്പിൾടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ അർഹനായി. ആരാണ് അദ്ദേഹം? ഉത്തരം ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ്. 10 കോടി രൂപയാണ് സമ്മാനത്തുക. നൊബേൽ സമ്മാനത്തുക ഏതാണ്ട് 6,26,00,000 ഇന്ത്യൻ രൂപയാണ്. നൊബേൽ സമ്മാനത്തേക്കാൾ കൂടുതൽ തുക സമ്മാനമായി നൽകുന്ന ടെമ്പിൾടൺ സമ്മാനത്തിന് US നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ അർഹനായി. ആരാണ് അദ്ദേഹം? ഉത്തരം ഡോക്ടർ ഫ്രാൻസിസ് കോളിൻസ്. 10 കോടി രൂപയാണ് സമ്മാനത്തുക. 11ാമത്തെ ചോദ്യം, ബാഡ്മിൻ്റൺ താരം PV സിന്ധുവിൻ്റെ കായിക ജീവിതത്തെ ആധാരമാക്കി V കൃഷ്ണസ്വാമി എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് PV സിന്ധു. ബാഡ്മിൻ്റൺ താരം PV സിന്ധുവിൻ്റെ കായിക ജീവിതത്തെ ആധാരമാക്കി V കൃഷ്ണസ്വാമി എഴുതിയ പുസ്തകം ഉത്തരം ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് PV സിന്ധു. 12ാമത്തെ ചോദ്യം, പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി നിരത്തിലിറക്കിയ വാഹനം ഉത്തരം ടിറങ്ക. പത്തനംതിട്ട ജില്ലാ ഭരണകൂടം കോവിഡ് ദ്രുത പരിശോധനയ്ക്കായി പുറത്തിറക്കിയ വാഹനം ഏതാണ്? ഉത്തരം ടിറങ്ക. 13ാമത്തെ ചോദ്യം, ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ ഐ ആം ബാഡ്മിൻ്റൺ ക്യാമ്പയിൻ്റെ അംബാസിഡർ ആരാണ്? ഉത്തരം PV സിന്ധു. ലോക ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ
ഐ ആം ബാഡ്മിൻ്റൺ എന്ന ക്യാമ്പയിൻ്റെ അംബാസിഡർ ആരാണ്? ഉത്തരം PV സിന്ധു. 14ാമത്തെ ചോദ്യം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസ് എടുക്കുവാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിറക്കിയ ഓർഡിനൻസ് ഏതാണ്? ഉത്തരം 1897 പകർച്ചവ്യാധി തടയൽ നിയമം. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസ് എടുക്കുവാൻ കഴിയുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തിറക്കിയ ഓർഡിനൻസ്. ഉത്തരം 1897 പകർച്ചവ്യാധി തടയൽ നിയമം. 15ാമത്തെ ചോദ്യം. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം മനോദർപ്പൺ. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് മനോദർപ്പൺ. 16ാമത്തെ ചോദ്യം. നാസ വിക്ഷേപിച്ച ദൂരദർശിനിയായ ഏത് ടെലിസ്കോപ്പാണ് 30 വർഷം പൂർത്തിയാക്കിയത്? ഉത്തരം ഹബിൾ. നാസ വിക്ഷേപിച്ച ദൂരദർശിനിയായ ഏത് ടെലിസ്കോപ്പാണ് 30 വർഷം പൂർത്തിയാക്കിയത്? ഉത്തരം ഹബിൾ. 17ാമത്തെ ചോദ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി വിംബിൾഡൺ ടൂർണമെന്റ് ഉപേക്ഷിച്ചത് ഏത് കാരണത്താലാണ്? ഉത്തരം കൊറോണ വൈറസ് വ്യാപനം. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആദ്യമായി വിംബിൾഡൺ ടൂർണമെന്റ് ഉപേക്ഷിച്ചത് ഏത് കാരണത്താലാണ്? ഉത്തരം കൊറോണ വൈറസ് വ്യാപനം. 18ാമത്തെ ചോദ്യം. പരീക്ഷണ ഘട്ടത്തിലിരിക്കുന്ന കൊറോണ വാക്സിനുകളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം? ഒന്നാമത്തത് ചൈനയുടെ AD5-NCOV, ബ്രിട്ടന്റെ ചാഡോക്സ് 1, അമേരിക്കയുടെ INO 4800, ചൈനയുടെ പിക്കോവാക്, അമേരിക്കയുടെ mRNA 1273, ജർമ്മനിയുടെ BNT 162. പരീക്ഷണ ഘട്ടത്തിലിരിക്കുന്ന കൊറോണ വാക്സിനുകളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം? 1 AD5-NCOV, 2 ചാഡോക്സ് 1, 3 INO 4800, 4 പിക്കോവാക്, 5 mRNA 1273, 6 BNT 162. 19ാമത്തെ ചോദ്യം. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുവാൻ നിയോഗിച്ച റോബോട്ട്. ഉത്തരം കാർമി ബോട്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കുവാൻ നിയോഗിച്ച റോബോട്ടാണ് കാർമി ബോട്ട്. 20ാമത്തെ ചോദ്യം. ഏപ്രിൽ 29 അന്തരിച്ച പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര നടൻ. ഉത്തരം ഇർഫാൻ ഖാൻ. ഏപ്രിൽ 29 അന്തരിച്ച പ്രശസ്ത ഹിന്ദി ചലച്ചിത്ര നടൻ ഇർഫാൻ ഖാൻ. 21ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തുവാനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്ടെക്സ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി കോടതി നടപടികൾ വീഡിയോ കോൺഫറൻസിലൂടെ നടത്തുന്നതിനായി സോഫ്റ്റ്വെയർ അധിഷ്ഠിത വെർച്വൽ കോർട്ടെക്സ് സംവിധാനം നടപ്പാക്കിയ സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. 22ാമത്തെ ചോദ്യം. 2020 ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചാരണ പരിപാടി. ഉത്തരം മൈ ബുക്ക് മൈ ഫ്രണ്ട്. 2020 ഏപ്രിൽ 23 ലോക പുസ്തക ദിനത്തിന്റെ ഭാഗമായി കേന്ദ്ര മാനവശേഷി മന്ത്രാലയം ആരംഭിച്ച പ്രചാരണ പരിപാടി. ഉത്തരം മൈ ബുക്ക് മൈ ഫ്രണ്ട്. 23ാമത്തെ ചോദ്യം. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം മാലിനി ശങ്കർ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റത് മാലിനി ശങ്കർ. 24ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി ഒരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ഏതാണ് ഈ ആപ്ലിക്കേഷൻ? ഉത്തരം ഇ ഗ്രാം സ്വരാജ്. ഇന്ത്യയിലെ വില്ലേജുകളുടെ നവീകരണവും വികസനവും ലക്ഷ്യമാക്കി ഒരു ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഉത്തരം ഇ ഗ്രാം സ്വരാജ്. 25ാമത്തെ ചോദ്യം. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ ഹൈ പ്രഷർ വെന്റിലേറ്റർ വികസിപ്പിച്ചു. എന്താണ് ഇതിന്റെ പേര്? ഉത്തരം വൈറ്റൽ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി നാസ ഹൈ പ്രഷർ വെന്റിലേറ്റർ വികസിപ്പിച്ചു. എന്താണ് ഇതിന്റെ പേര്? ഉത്തരം വൈറ്റൽ. വൈറ്റലിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് വെച്ചാൽ വെന്റിലേറ്റർ ഇന്റർവെൻഷൻ
ടെക്നോളജി ആക്സസിബിൾ ലൊക്കാലിറ്റി. വെന്റിലേറ്റർ ഇന്റർവെൻഷൻ ടെക്നോളജി ആക്സസിബിൾ ലൊക്കാലിറ്റി. വൈറ്റൽ. 26ാമത്തെ ചോദ്യം. ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യമരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി. ഉത്തരം സാന്ത്വനം. ലോക്ക്ഡൌണിൽ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യമരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി. ഉത്തരം സാന്ത്വനം. 27ാമത്തെ ചോദ്യം. 2020 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ഉത്തരം സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ. 2020 ലോക മലേറിയ ദിനം ഏപ്രിൽ 25ന്റെ പ്രമേയം എന്ത്? ഉത്തരം സീറോ മലേറിയ സ്റ്റാൻഡ്സ് വിത്ത് മീ. 28ാമത്തെ ചോദ്യം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സൈനിക വിഭാഗമായ CISF വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരെന്താണ്? ഉത്തരം ഈ കാര്യാലയ്. അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഈ കാര്യാലയ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ച സൈനിക വിഭാഗം ഏതാണ് എന്നും ചോദിക്കാം. ഉത്തരം CISF. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി സൈനിക വിഭാഗമായ CISF വികസിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് ഈ കാര്യാലയ്. 29ാമത്തെ ചോദ്യം. ഈയിടെ പ്രായപൂർത്തിയാവാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. ഈയിടെ പ്രായപൂർത്തിയാവാത്തവരെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയ ഗൾഫ് രാജ്യം. ഉത്തരം സൗദി അറേബ്യ. 30ാമത്തെ ചോദ്യം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ഉത്തരം പ്രശാന്തി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. 31ാമത്തെ ചോദ്യം. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം TS തിരുമൂർത്തി. TS തിരുമൂർത്തിയാണ് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത്. 32ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ഗ്രന്ഥകനുമായ പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം G സുധാകരൻ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സ്വാതന്ത്ര്യ സമര സേനാനിയും കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ഗ്രന്ഥകാരനുമായ പുതുപ്പള്ളി രാഘവന്റെ ഓർമ്മയ്ക്കായി നൽകുന്ന പുതുപ്പള്ളി രാഘവൻ പുരസ്കാരം ലഭിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ G സുധാകരനാണ്. 33ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസങ്ങളിലൊരാളായ ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ചുനി ഗോസ്വാമി. 1963 അർജുന അവാർഡും 1983 പത്മശ്രീ അവാർഡും നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസങ്ങളിലൊരാളായ ഈയിടെ അന്തരിച്ച വ്യക്തി ആരാണ്? ഉത്തരം ചുനി ഗോസ്വാമി. 1963 അർജുന അവാർഡും 1983 പത്മശ്രീ അവാർഡും നേടിയിട്ടുണ്ട്. 34ാമത്തെ ചോദ്യം. ഗോത്ര വിഭാഗത്തിൽ നിന്ന് IAS നേടിയ മലയാളിയായ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ ആരാണ്? ഉത്തരം സുരേഷ്. 410ാം റാങ്ക് നേടിയാണ് IASന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഗോത്ര വിഭാഗത്തിൽ നിന്ന് IAS നേടിയ മലയാളിയായ കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടർ. ഉത്തരം ശ്രീധന്യ സുരേഷ്. 35ാമത്തെ ചോദ്യം. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയിൽ നിന്നും ചോർച്ചവാതകം ശ്വസിച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. വാതകം ഏതാണ്? ഉത്തരം സ്റ്റെറീൻ. 246 പേരെ വിശാഖപട്ടണം കിങ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RR വെങ്കിടപുരം ഗ്രാമത്തിൽ ദക്ഷിണ കൊറിയൻ കമ്പനി LG കെമ്മിന്റെ ഉടമസ്ഥതയിലുള്ള LG പോളിമേഴ്സിലാണ് വാതക ചോർച്ചയുണ്ടായത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് രാസവസ്തു നിർമ്മാണശാലയിൽ നിന്നും ചോർച്ചവാതകം ശ്വസിച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. വാതകം ഏതാണ്? ഉത്തരം സ്റ്റെറീൻ. 246 പേരെ വിശാഖപട്ടണം കിങ് ജോർജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RR വെങ്കടപുരം ഗ്രാമത്തിൽ ദക്ഷിണ കൊറിയൻ കമ്പനി LG കെമ്മിന്റെ ഉടമസ്ഥതയിലുള്ള LG പോളിമേഴ്സിലാണ് വാതക ചോർച്ചയുണ്ടായത്. 36ാമത്തെ ചോദ്യം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 37ാമത്തെ ചോദ്യം. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരൻ. ഉത്തരം ഹരി വാസുദേവൻ. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരൻ. ഉത്തരം ഹരി. 38ാമത്തെ ചോദ്യം.
കോവിഡ്-19-നെതിരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റിബോഡി കിറ്റ് ഏതാണ്? ഉത്തരം കോവിഡ് കവച് എലിസ. കോവിഡ് കവച് എലിസ. കോവിഡ്-19-നെതിരെ പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആന്റിബോഡി കിറ്റ് ഏതാണ്? ഉത്തരം കോവിഡ് കവച് എലിസ. കോവിഡ് കവച് എലിസ. 39ാമത്തെ ചോദ്യം. അന്തർദേശീയ ടെന്നീസ് ഫെഡറേഷന്റെ ഫെഡപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം സാനിയ മിർസ. അന്തർദേശീയ ടെന്നീസ് ഫെഡറേഷന്റെ ഫെഡപ്പ് ഹാർട്ട് അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം സാനിയ മിർസ. 40ാമത്തെ ചോദ്യം. RBIയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായി നിയമിതനായ വ്യക്തി ആരാണ്? ഉത്തരം തരുൺ ബജാജ്. RBIയുടെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായി നിയമിതനായത് ഉത്തരം തരുൺ ബജാജ്. 41ാമത്തെ ചോദ്യം. റഷ്യയുടെ കമമറേറ്റ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് അർഹനായ ഉത്തര കൊറിയൻ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കിം ജോങ് ഉൻ. കിം ജോങ് ഉൻ. റഷ്യയുടെ കമമറേറ്റീവ് വേൾഡ് വാർ സെക്കൻഡ് മെഡലിന് അർഹനായ ഉത്തര കൊറിയൻ പ്രസിഡന്റ്. ഉത്തരം കിം ജോങ് ഉൻ. 42ാമത്തെ ചോദ്യം. UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് ആരാണ്? ഉത്തരം ദിയ മിർസ. UNEPയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതയായത് ദിയ മിർസ. 43ാമത്തെ ചോദ്യം. കോവിഡ്-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിന്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടൽ? ഉത്തരം ഗരുഡ്. കോവിഡ്-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിന്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടലാണ് ഗരുഡ്. 44ാമത്തെ ചോദ്യം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെ? ഉത്തരം അധിർ രഞ്ജൻ ചൗധരി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അധിർ രഞ്ജൻ ചൗധരി. 45ാമത്തെ ചോദ്യം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി? ഉത്തരം സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് സഹായഹസ്തം. 46ാമത്തെ ചോദ്യം. ഇറാഖിന്റെ പുതിയ കറൻസി? ഉത്തരം ടൊമാൻ. ഇറാഖിന്റെ പുതിയ കറൻസിയാണ് ടൊമാൻ. 47ാമത്തെ ചോദ്യം. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ഏതാണ്? ഉത്തരം ശ്രമിക്. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക്. 48ാമത്തെ ചോദ്യം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം അജയ് ടിർക്കി. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിതനായത്? ഉത്തരം അജയ് ടിർക്കി. 49ാമത്തെ ചോദ്യം. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ലോക്പാൽ ജുഡീഷ്യൽ അംഗമായ വ്യക്തി ആരാണ്? ഉത്തരം AK ത്രിപാഠി. കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ച ലോക്പാൽ ജുഡീഷ്യൽ അംഗമായ വ്യക്തി ആരാണ്? ഉത്തരം AK ത്രിപാഠി. 50ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ആദിവാസി ഊരുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് ഏത് ഫോറസ്റ്റ് ഡിവിഷനിലാണ് മൊബൈൽ ലൈബ്രറി ആരംഭിച്ചത്? ഉത്തരം വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ ആദിവാസി ഊരുകളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് ഏത് ഫോറസ്റ്റ് ഡിവിഷനിലാണ് മൊബൈൽ ലൈബ്രറി ആരംഭിച്ചത്? ഉത്തരം വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷനിൽ. 51ാമത്തെ ചോദ്യം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിന്റെ പേരെന്താണ്? ഉത്തരം വി വിൽ വിൻ. വി വിൽ വിൻ. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിന്റെ പേരാണ് വി വിൽ വിൻ. 52ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ കാലത്ത് ഗാർഹിക മാലിന്യ സംസ്കരണം മുൻനിർത്തി ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ചലഞ്ച് ഏതാണ്? ഉത്തരം ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. ലോക്ക്ഡൗൺ കാലത്ത് ഗാർഹിക മാലിന്യ സംസ്കരണം മുൻനിർത്തി ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ചലഞ്ചിന്റെ പേരെന്താണ്? ഉത്തരം ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്.
53-ാമത്തെ ചോദ്യം. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം വന്ദേ ഭാരത്. കോവിഡ്-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ഓപ്പറേഷൻ സമുദ്രസേതു എന്നാണ് അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യത്തിന്റെ പേരാണ് വന്ദേ ഭാരത്. വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സമുദ്രസേതു. 54-ാമത്തെ ചോദ്യം. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം കൊല്ലം. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ജില്ല. 55-ാമത്തെ ചോദ്യം. ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണിത്. ഈ ദൗത്യത്തിന്റെ പേരെന്താണ്? ഉത്തരം ഡെമോ 2. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ US സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകൻ എന്നിവരാണ് സഞ്ചാരികൾ. ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിൽ അമേരിക്കൻ കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ എയ്റോസ്പേസ് കമ്പനിയായ സ്പേസ് എക്സ് ചരിത്രം കുറിക്കുന്നു. സ്വകാര്യ ഏജൻസി മനുഷ്യരെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കുന്ന ദൗത്യമാണിത്. ഈ ദൗത്യത്തിന്റെ പേരാണ് ഡെമോ 2. നാസയുമായി ചേർന്ന് നടത്തുന്ന ദൗത്യത്തിൽ US സഞ്ചാരികൾ കയറിയ ക്രൂ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും പുറപ്പെടും. നാസയുടെ ഡഗ്ലസ് ഹാർലി, ബോബ് ബെൻകൺ എന്നിവരാണ് സഞ്ചാരികൾ. 56-ാമത്തെ ചോദ്യം. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയായത്? ഉത്തരം സോഫി തോമസ്. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി നിയമിതയായത് സോഫി തോമസ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ ജുഡീഷ്യൽ ഓഫീസർ. 57-ാമത്തെ ചോദ്യം. കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായിരുന്ന പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം MP വീരേന്ദ്രകുമാർ. 1987-ൽ കേരള നിയമസഭാംഗവും വനം വകുപ്പ് മന്ത്രിയുമായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യ സഹമന്ത്രിയും പിന്നീട് തൊഴിൽ വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയുമായിരുന്ന മുഖ്യ സോഷ്യലിസ്റ്റ് നേതാവുമായ വ്യക്തി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ഉത്തരം MP വീരേന്ദ്രകുമാർ. 1987-ൽ കേരള നിയമസഭാംഗവും വനം വകുപ്പ് മന്ത്രിയുമായി. 48 മണിക്കൂറിനുള്ളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. മാതൃഭൂമി പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ കമ്പനിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 58-ാമത്തെ ചോദ്യം. UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനായ ആർക്കാണ് 2019-ലെ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം മേജർ സുമൻ ഗവാനിക്ക്. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. UN സമാധാന ദൗത്യത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയായ ആർക്കാണ് 2019-ലെ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ്സ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം മേജർ സുമൻ ഗവാനിക്ക്. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥയാണ്. 59-ാമത്തെ ചോദ്യം. മുൻ ലോക 1-ാം നമ്പർ താരവും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം അന്തരിച്ചു. ആരാണ്? ഉത്തരം ആഷ്നി കൂപ്പർ. മുൻ ലോക 1-ാം നമ്പർ താരവും 4 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുകയും ചെയ്ത വിഖ്യാത ഓസ്ട്രേലിയൻ ടെന്നീസ് താരം അന്തരിച്ചു. ആരാണ്? ഉത്തരം ആഷ്നി കൂപ്പർ.
60-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും 3 ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവുമായ സീനിയർ പ്ലെയർ അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ബൽബീർ സിംഗ്. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ഇദ്ദേഹം. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളിൽ ഒരാളും 3 ഒളിമ്പിക്സ് സ്വർണ്ണ ജേതാവുമായ സീനിയർ പ്ലെയർ അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? ഉത്തരം ബൽബീർ സിംഗ്. 1975 ഹോക്കി ലോകകപ്പ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനും മാനേജറുമായിരുന്നു. പത്മശ്രീ ലഭിച്ച ആദ്യ കായിക താരമാണ് ഇദ്ദേഹം. 61-ാമത്തെ ചോദ്യം. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് ആര്? ഉത്തരം കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനൻ. ലോകാരോഗ്യ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി ചുമതലയേറ്റത് കേന്ദ്ര ആരോഗ്യമന്ത്രിയായ ഡോക്ടർ ഹർഷവർദ്ധനാണ്. 62-ാമത്തെ ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരമായത് ആരാണ്? ഉത്തരം ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക. ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന വനിതാ കായിക താരം. ഉത്തരം ജപ്പാന്റെ ടെന്നീസ് താരം നവോമി ഒസാക്ക. അമേരിക്കയുടെ സെറീന വില്യംസിനെ പിന്തള്ളിയാണ് ഒസാക്ക 1-ാം സ്ഥാനത്തെത്തിയത്. 63-ാമത്തെ ചോദ്യം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ച ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ഈ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം ഉംപുൻ. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വിതച്ച ചുഴലിക്കാറ്റ് ഇന്ത്യൻ തീരത്തെത്തി. ഈ ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? ഉത്തരം ഉംപുൻ. ബംഗാളിലെ ദിഘ ജില്ലയ്ക്കും ബംഗ്ലാദേശിലെ ഹത്തിയ ദ്വീപിനുമിടയിലാണ് ചുഴലി ബംഗാൾ ഉൾക്കടലിൽ നിന്ന് പ്രവേശിച്ചത്. മണിക്കൂറിൽ 160 മുതൽ 190 കിലോമീറ്റർ വരെ വേഗതയിലാണ് കരയിലേക്കെത്തിയത്. 64-ാമത്തെ ചോദ്യം. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP-ആയി നിയമിതയായത് ആര്? ഉത്തരം ആർ ശ്രീലേഖ. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP-ആയി നിയമിതയായത് ഉത്തരം ആർ ശ്രീരേഖ. സംസ്ഥാനത്തെ ആദ്യ വനിതാ DGP-യാണ്. 1987 ബാച്ച് IPS ഉദ്യോഗസ്ഥയാണ്. ആദ്യ വനിതാ ജയിൽ മേധാവി, ആദ്യ വനിതാ SP എന്നീ വിശേഷണങ്ങൾക്കു കൂടി ഇവർ ഉടമയാണ്. 65-ാമത്തെ ചോദ്യം. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ മെരിസ്റ്റസ് പ്രൊഫസറായി നിയമിച്ചത്? ഉത്തരം MT വാസുദേവൻ നായരെ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ പ്രഥമ മെരിസ്റ്റസ് പ്രൊഫസറായി നിയമിച്ചത്? ഉത്തരം MT വാസുദേവൻ. 66-ാമത്തെ ചോദ്യം. ഏത് മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞനെയാണ് നബാർഡ് ചെയർമാനായി നിയമിച്ചത്? ഉത്തരം ചിന്താല ഗോവിന്ദ രാജുലുവിനെ. ഏത് മുതിർന്ന കാർഷിക ശാസ്ത്രജ്ഞനെയാണ് നബാർഡ് ചെയർമാനായി നിയമിച്ചത്? ഉത്തരം ചിന്താല ഗോവിന്ദ രാജുലുവിനെ. 67-ാമത്തെ ചോദ്യം. അടുത്തിടെ ഏതു ക്ഷേത്രത്തെയാണ് 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഉത്തരം കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ. അടുത്തിടെ ഏതു ക്ഷേത്രത്തെയാണ് 100% സൗരവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്? ഉത്തരം കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ. 68-ാമത്തെ ചോദ്യം. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ പുതിയ CEO-ആയി നിയമിതനായത് ആര്? ഉത്തരം രാജേഷ് കുമാർ സിംഗ്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണം ലക്ഷ്യമാക്കി രൂപീകരിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ പുതിയ CEO-ആയി നിയമിതനായ വ്യക്തി? ഉത്തരം രാജേഷ് കുമാർ സിംഗ്. 69-ാമത്തെ ചോദ്യം. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് PPE നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെന്റ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. ഒന്നാമത്തെ സ്ഥാനം ചൈനയ്ക്കാണ്. 70-ാമത്തെ ചോദ്യം. പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വിശ്വാസ് മേത്ത. ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. പുതിയ ചീഫ് സെക്രട്ടറി? ഉത്തരം ഡോക്ടർ വിശ്വാസ് മേത്ത. ടോം ജോസ് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. 71-ാമത്തെ ചോദ്യം. വിശാഖപട്ടണത്തിലെ LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി രൂപീകൃതമായ ഹൈ പവേർഡ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ഉത്തരം നീരദ് കുമാർ.
വിശാഖപട്ടണത്തിലെ LG പോളിമേഴ്സിലുണ്ടായ വാതക ചോർച്ച അന്വേഷിക്കുന്നതിനായി രൂപീകൃതമായ ഹൈ പവേർഡ് കമ്മിറ്റിയുടെ തലവൻ? ഉത്തരം നീരദ് കുമാർ. 72ാമത്തെ ചോദ്യം. COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം സുഭിക്ഷ കേരളം. COVID-19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. 73ാമത്തെ ചോദ്യം. SSLC +2 ക്ലാസുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി ഏതാണ്? ഉത്തരം ഓർമ്മകൾ ഉണ്ടായിരിക്കണം. SSLC +2 ക്ലാസുകളിലെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരീക്ഷാ പരിശീലന പരിപാടി ഏതാണ്? ഉത്തരം ഓർമ്മകൾ ഉണ്ടായിരിക്കണം. 74ാമത്തെ ചോദ്യം. കോവിഡ് കാലത്ത് തിരിച്ചുവന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതി ഏതാണ്? ഉത്തരം ജീവനം സൗഹൃദ പാക്കേജ്. ജീവനം സൗഹൃദ പാക്കേജ്. കോവിഡ് കാലത്ത് തിരിച്ചുവന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSEB തയ്യാറാക്കുന്ന വായ്പാ പദ്ധതിയാണ് ജീവനം സൗഹൃദ പാക്കേജ്. 75ാമത്തെ ചോദ്യം. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം തേനമൃത്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തേനമൃത്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു.